സംസ്ഥാനത്തിന്റെ കൃഷി മുഴുവൻ ഹോർട്ടികോർപ്പ് വഴി സംവിധാനം ചെയ്യാനായി നമ്മുടെ വിനയൻ സാർ എത്തുകയാണ്. സിനിമ അത്ര മെച്ചമുള്ള കൃഷിയല്ലെന്ന് കണ്ടതോടെ അദ്ദേഹം കൃഷിക്കൊരു അംബാസഡറുമായാണ് എത്തുന്നത്. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കും. കണ്ടോ? ഹൗ ഓൾഡ് ആർ യു എന്ന കഥാപാത്രത്തിലൂടെ ഈ കേരളത്തിലെ വിഷരഹിതമായ പച്ചക്കറിയിലൂടെ സ്ത്രീകളെ വളരെ നല്ല രീതിയിലേക്ക് സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കഥാപാത്രം അവർ അവതരിപ്പിക്കേണ്ട സാർ അവർ തയ്യാറാണെങ്കിൽ കൃഷി വകുപ്പിന്റെ ജൈവിക പച്ചക്കറി സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ കേരള കൃഷി വകുപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മഞ്ജു വാര്യരെ അങ്ങ് നിയമിക്കുമോ? സാർ, കൃഷി വകുപ്പിന്റെ ബ്രാൻഡ് അംബാസഡർമാർ കൃഷിക്കാർ തന്നെയാണ് സാർ. ഇപ്പോൾ കണ്ടത് പഴയത്. ഇനിയാണ് മത്തൻ കുത്തി വിനയൻ സാറ് പാടത്തേക്ക് ഇറങ്ങുന്നത്. കുമ്പളം മുളയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നാളെ എൻ്റെ മുമ്പോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നിശ്ചയിക്കുന്നത് നാളത്തെ പകലായിരിക്കും. വിഷപച്ചക്കറി പരമാവധി ഒഴിവാക്കുക, കേരളത്തിലെ പച്ചക്കറി കൃഷിക്കാരെ പരമാവധി സഹായിക്കുക, ഹോർട്ടികോർപ്പ് എന്ന് പറയുന്ന സ്ഥാപനം നിലനിർത്തുക. ഇത്തരം 3 ഉദ്ദേശവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ പറയുന്ന വിഷപച്ചക്കറിയുടെ വ്യാപനം തടയുക. അതിന് ഞങ്ങൾ മഞ്ജു വാര്യരെ ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് മഞ്ജു യാതൊരു പ്രതിഫലവും മേടിക്കാതെ മഞ്ജുവിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് പ്രവർത്തിക്കാം. വിഷപച്ചക്കറി ഒഴിവാക്കൂ, ക്യാൻസറിൽ നിന്ന് മുക്തി നേടൂ, ഹോർട്ടികോർപ്പിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നുള്ള ഒരു മുദ്രാവാക്യം, ഒരു സ്ലോഗൻ ഞങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുകയും കരിവേപ്പിലയുടെ കാര്യം പറഞ്ഞില്ല. കരിവേപ്പിലയാണ് ഏറ്റവും കൂടുതൽ. കരിവേപ്പില ലോറി മറിഞ്ഞിട്ട് ഒരു വയലിലെ കംപ്ലീറ്റ് മീൻ ചത്തുപോയി. മനസ്സിലായോ? എന്റെ അമ്മയെ നാട്ടിച്ച് ഞങ്ങളിപ്പം എല്ലാ വീടുകളിലും ഒരു കറിവേപ്പില തൈ കൊടുക്കാനായിട്ടുള്ള, ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ടുള്ള പരിപാടി ഇടുന്നുണ്ട് എല്ലാ വീടുകളിലും. കാരണം ഇച്ചിരി ഭംഗി കുറവാണെങ്കിലും കറിവേപ്പില സ്വന്തം വീട്ടിലുണ്ടാക്കണം, മറ്റേത് വിഷമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മഞ്ജു വാര്യരെ വെച്ചിട്ടുള്ള ഒരു വ്യാപകമായ പ്രചരണം ഞങ്ങൾ കൊടുക്കാൻ. അപ്പോൾ മന്ത്രി മുമ്പ് പറഞ്ഞിരുന്നു, കൃഷിക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ കൃഷിക്കാരൻ മാത്രമാണ്, അത് മതി അംബാസഡർ എന്നൊക്കെ. അതൊക്കെ മാറിയോ? ഞങ്ങൾ നമ്മൾ പറഞ്ഞില്ല, ഇത് മഞ്ജു അല്ല, നമ്മുടെ പണ്ട് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഏത് കർഷകനും ഇതിന്റെ അംബാസഡർ ആകാവുന്നതാണ്. മഞ്ജു ആകുമ്പോൾ ഒരു വീട്ടമ്മ പറയുന്നതും മാത്രമല്ല, മഞ്ജു അഭിനയിച്ച ഒരു സിനിമയുടെ ഒരു വ്യാപ്തി ഞങ്ങൾക്കറിയാം. അല്ലാതെ ഇന്ന ആളോ വേറെ മമ്മൂട്ടിയോ ശ്രീനിവാസനോ ആര് ചെയ്താലും ഒക്കെ മഞ്ജു വാര്യരെ ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് മഞ്ജുവിനെയാണ് നമ്മൾ ജയിപ്പിച്ചിരിക്കുന്നത്. തമിഴ്പട ചെയ്തികൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി മത്സരത്തിന്റെ തത്സമയ സ്കോർ അറിയാം ഇടവേളയ്ക്ക് ശേഷം. நிறைய போராட்டங்களை சந்திச்சுதான் இந்த அளவுக்கு நம்ம வந்திருக்கோம்.